മുട്ടിന് വേദന അകറ്റാൻ 3 വ്യായാമങ്ങൾ ചെയ്താൽ മതി എന്ന കാര്യത്തെപ്പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ വ്യായാമങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ, അതിനെങ്ങനെ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ എങ്ങനെ ആ വ്യായാമം ചെയ്യണം, എപ്പോൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 3 വ്യായാമങ്ങൾ പ്രധാനമായിട്ടും വേഗതയിലുള്ള നടപ്പ്, അതുപോലെ തന്നെ സൈക്ലിങ്, നീന്തൽ, ഈ 3 വ്യായാമങ്ങളാണ്. ഈ 3 വ്യായാമങ്ങളും എയറോബിക് വ്യായാമങ്ങളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ആ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വായു ഉള്ളിലേക്ക് എടുക്കുന്നു, നമ്മുടെ ഹാർട്ട് കൂടുതലായിട്ട് ബീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മുടെ രക്ത ഓട്ടം വളരെയധികം വർദ്ധിക്കുന്നു, നമ്മുടെ മുട്ടിനകത്തുള്ള കാർട്ടിലേജിലേക്ക് കൂടുതൽ പോഷകങ്ങളും ഓക്സിജനുമുള്ള രക്തം എത്തുന്നു. അപ്പോൾ അതിൻ്റെ ഡീജനറേഷൻ കുറയുന്നു, അത് മുട്ടിൻ്റെ വേദന കുറയ്ക്കുന്നു, മുട്ട് മടക്കാൻ നമുക്ക് കൂടുതൽ എളുപ്പമാകുന്നു, നടക്കാൻ കൂടുതൽ എളുപ്പമാകുന്നു. ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ. അപ്പോൾ ഈ 3 വ്യായാമങ്ങളെ പറ്റിയും അല്പം വിശദമായിട്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് തന്നെ ബ്രിസ്ക് വാക്കിംഗ് അല്ലെ വേഗതയിലുള്ള നടപ്പ്. അപ്പോൾ മുട്ടുവേദനയുള്ളവർ ബ്രിസ്ക് വാക്കിംഗ് അല്ലെ വേഗതയിലുള്ള നടപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ലെവൽ ഗ്രൗണ്ടിൽ കൂടി മാത്രമേ നടക്കാവൂ. മല കയറുകയോ അല്ലെങ്കിൽ കുന്നുകൾ കയറുകയോ അല്ലെ സ്റ്റെപ്പ് കയറുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുട്ടിന് കൂടുതൽ ആയാസം ഉണ്ടാകുവാനും അത് മുട്ടുവേദന കൂടുതലായിട്ട് അനുഭവപ്പെടാനും കാരണമാകും. അപ്പോൾ കഴിവുള്ളത്തോളം ലെവൽ ഗ്രൗണ്ടിൽ തന്നെ നടക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിന് സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ട്രെഡ്മില്ലിൽ നടന്നാലും ധാരാളം മതി. പിന്നെ സൈക്ലിംഗ് ഉണ്ട്. സൈക്ലിംഗ് നമുക്ക് ഔട്ട്ഡോർ സൈക്ലിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേഷനറി സൈക്ലിങ്ങും ഉണ്ട്. പുറത്ത് നമ്മൾ സൈക്ലിങ്ങിൽ പോകുമ്പോൾ നല്ല വ്യായാമമാണ്, പക്ഷേ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത അതിനകത്തുണ്ട്. അങ്ങനെ അതിന് പേടിയാണെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് സ്റ്റേഷനറി സൈക്കിൾ മേടിച്ച് വെച്ച് അതിനകത്ത് നമ്മൾ ഓടിച്ചാലും ധാരാളം മതിയാവും. പിന്നെ നീന്തലിനെ പറ്റി പറയുകയാണെങ്കിൽ നീന്തൽ ഏറ്റവും നല്ലൊരു എയറോബിക് വ്യായാമമാണ്. പ്രത്യേകിച്ച് മുട്ടുവേദന ഉള്ളവർക്ക് ഏറ്റവും പറ്റിയ വ്യായാമമാണ് സ്വിമ്മിങ് അല്ലെങ്കിൽ നീന്തൽ. അപ്പോൾ നീന്താൻ സൗകര്യമുള്ളിടത്ത് തീർച്ചയായിട്ടും നീന്തുക തന്നെ ചെയ്യുക, അല്ലെങ്കിൽ വാട്ടർ എയറോബിക്സ് ഏതെങ്കിലും ചെയ്താലും മതി. അപ്പോൾ നീന്തുന്നതുകൊണ്ട് നമ്മുടെ മുട്ടിന് വേദന കുറയാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മുട്ടുവേദന ഉള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന, അല്ലെങ്കിൽ മുട്ടുവേദന ഉള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല എയറോബിക് വ്യായാമമാണ് നീന്തൽ. അപ്പോൾ ഈ വ്യായാമങ്ങൾ നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യണം? നമ്മുടെ തുടക്കക്കാര് ഒരു 10 മിനിറ്റ് സമയം വ്യായാമം ചെയ്താൽ മതി. അത് ക്രമേണ അതിൻ്റെ സമയം ദീർഘിപ്പിക്കുക. അങ്ങനെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ഒരു 45-50 മിനിറ്റ് വ്യായാമം ചെയ്താൽ മതി. ഒരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് 3 മുതൽ 5 ദിവസമെങ്കിലും നമ്മൾ ഈ വ്യായാമം ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ വ്യായാമങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ മുട്ടിൻ്റെ വേദന മാറുകയും മറ്റു പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ. പിന്നെ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഏത് വ്യായാമമായാലും നമ്മൾ തുടങ്ങുമ്പോൾ 3 ഘട്ടങ്ങളുണ്ട്. അതായത് വാമപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ എക്സർസൈസ് പ്രോപ്പർ ഉണ്ട്, പിന്നെ കൂൾ ഡൗൺ. ആദ്യത്തെ 5 മിനിറ്റ് നമ്മുടെ ശരീരത്തെ വ്യായാമത്തിന് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള വാമപ്പ് നമ്മൾ ചെയ്യണം. സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്താലും ധാരാളം മതി. പിന്നെ എക്സർസൈസ് ചെയ്യുക, അത് നീന്തലാണ് നീന്തൽ, സൈക്ലിംഗ് ആണ് സൈക്ലിങ്, അതുപോലെ തന്നെ ബ്രിസ്ക് വാക്കിംഗ് ആണ് ബ്രിസ്ക് വാക്കിംഗ്. ഏറ്റവും അവസാനം നമ്മളൊരു 5 മിനിറ്റ് കൂൾ ഡൗൺ എന്ന പ്രക്രിയയ്ക്ക് വേണ്ടി 5 മിനിറ്റ് നീക്കി വെക്കണം. അതായത് നമ്മുടെ ശരീരത്തെ അല്പം ഒന്ന് തണുപ്പിക്കാനും നമ്മുടെ രക്തഓട്ടം ശരിയാകാനും ഒക്കെ വേണ്ടിയുള്ളതാണ് ഈ കൂൾ ഡൗൺ. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേജ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ മുട്ടുവേദനയുള്ളവർ ഈ 3 എയറോബിക് വ്യായാമങ്ങളും ദിവസേന ചെയ്യുകയാണെങ്കിൽ അവരുടെ മുട്ടിൻ്റെ പ്രശ്നങ്ങൾ ഒരു നല്ല പരിധി വരെ കുറയ്ക്കുവാനും മരുന്നില്ലാതെ തന്നെ മുട്ടുവേദന നമുക്ക് മാറ്റുവാനും സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.